നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഈ കഴിഞ്ഞ മാർച്ച് 31 നമ്മുടെ സുജാത ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ ദിവസം ചേച്ചി ഫേസ്ബുക്കിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. വിഷസ് പറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. അന്ന് ചേച്ചിയുടെ മകൾ അവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും ചേച്ചി കാണിച്ചിട്ടുണ്ടായിരുന്നു, കുസ്ക ബിരിയാണി. അപ്പോൾ ശ്വേത ഉണ്ടാക്കിയ കുസ്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് ജാതിക്കയുടെ പൊടി അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അത് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 6-7 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആ മസാല പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ കുസ്ക ബിരിയാണിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്കയുടെ പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൽ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതൊരു പ്ലെയിൻ ബിരിയാണിയാണ്. ഇതിൽ വെജിറ്റബിൾസോ ഇറച്ചിയോ മീനോ അങ്ങനെയൊന്നും ഇല്ലാതെ വെറും ജസ്റ്റ് ഒരു പ്ലെയിൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്. എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ മസാല ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, വേഗം കഴിയും. ഞാനിത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ചോറിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും സാധനങ്ങളും, പിന്നെ ഉള്ളി, തക്കാളി, മല്ലിയില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ 2 കപ്പ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് 3 മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കണം എന്നൊന്നുമില്ല, ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഞാൻ കുക്കറിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. വഴറ്റുന്നതൊക്കെ കുക്കറിൽ തന്നെയാണ്. ഇതിന് നല്ലത് ബസ്മതി റൈസാണ്. ഞാൻ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ് കുറച്ചുകൂടെ നന്നാവുക. ജീര റൈസ് ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ചോറ് കുറച്ചും കൂടെ ഉഷാറായിട്ട് നിൽക്കുക ബസ്മതി റൈസാണ്. അതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഞാൻ ചെറുതാക്കി 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയാണെങ്കിൽ 1 എടുത്താൽ മതി. അത് നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അരിയുന്നതാണ് നല്ലത്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാൻ മാത്രം മതി. അതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും ചെറുതായിട്ട് തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. തക്കാളി ഞാനൊരു അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മസാല ചേർക്കുന്ന വീഡിയോ ഇടാൻ ഞാൻ വിട്ടുപോയി, അത് റെക്കോർഡായില്ല. അപ്പോൾ അതിനുവേണ്ടി മസാല ഞാൻ എക്സ്ട്രാ കാണിക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം ഈ പൊടികളിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, ഫസ്റ്റിൽ ഒരു മസാല പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെയും ഒരു പച്ച മണം മാറുന്ന വരെ നമ്മളത് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക്
1/2 കപ്പ് തൈര് കൂടെ ചേർക്കുക. തൈര് 1/4 കപ്പോ 1/2 കപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് തൈരിൻ്റെ പുളിക്കനുസരിച്ച് നമുക്ക് 1/2 തൊട്ട് 1/4 തൊട്ട് 1/2 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂട്ടി ഒന്ന് വഴറ്റി പിന്നെ നമുക്കതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഞാൻ ഒരുപാട് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, നല്ല ചൂടായിട്ടുള്ളൊരു വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം എന്നല്ല, ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വിസിലും ഇട്ട് വയ്ക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒരു വിസിലടിക്കുമ്പം ഓഫ് ചെയ്തിടുക. അതിലേക്ക് ഞാൻ മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ്. മുട്ട നിർബന്ധമില്ല, ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുസ്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയി നമ്മളിത് തുറന്നിട്ടുണ്ട്. തുറന്ന് ഒന്ന് ചൂടാറുന്നവരെ നിൽക്കണം. പെട്ടെന്ന് തന്നെ അത് ഇളക്കരുത്. കുറച്ച് സമയം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വിളമ്പിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.